Hello friends, welcome to SATC VICTERS Academy Class 12 Mathematics. നമ്മൾ പഠിക്കാൻ പോകുന്നത് Chapter 1 Relation. അപ്പോൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്താണ് സാർ പറഞ്ഞുതരാം. നമുക്ക് നോക്കാം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൺ ടു ഫംഗ്ഷനും വൺ ഫംഗ്ഷനും ഒക്കെ പഠിച്ചതാണ്. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 1 to 8 ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സപ്പോസ് ദർ ഇസ് എ സെറ്റ് ഹിയർ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ പേരുകളാണ് അതിനകത്ത്. ഇപ്പോൾ ആൽബിൻ, അതുപോലെ ബാബു, അതുപോലെ ഷിജു, അങ്ങനെ 3 പേരുണ്ട്. ബി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് അവർക്ക് കൊടുത്തിരിക്കുന്ന എന്താണ് റോൾ നമ്പറാണ്. ക്ലാസ്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു റോൾ നമ്പർ ഉണ്ടാവും. സപ്പോസ് 1 2 3. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കൊരു റിലേഷൻഷിപ്പ് സാറ് പറയാണ്, ദറ്റ് ഈസ് എഫ്. ക്ലിയർ ആണോ? എഫ്. അപ്പോൾ ഈ എഫ് എന്ന് പറയുന്നത് ഒരു റിലേഷൻ ആണ്. ആ റിലേഷൻ സാർ ഇങ്ങനെ ജോയിൻ ചെയ്യണം. കണ്ടോ? B2 S3. So this is known as f of x. Okay, f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഫ്രം a to b. അപ്പോൾ നമ്മൾ അത് എങ്ങനെ എഴുതും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ f a to b. ഓക്കെ, ക്ലിയർ? മനസ്സിലായി കാണല്ലോ? ഓക്കെ, നമ്മൾ നോർമൽ എഴുതുന്ന കാര്യമാണ്. എന്നാൽ ഇവർ എക്സാം എഴുതാൻ പോകുമ്പോൾ, ഈ കുട്ടികൾ എക്സാം എഴുതാൻ പോകുമ്പോൾ റോൾ നമ്പർ അല്ല, നമ്മൾ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ നമ്പറാണ് കൊടുക്കുക. അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ ഓരോരുത്തർക്കും വേറെ ആയിരിക്കും. സപ്പോസ് രജിസ്ട്രേഷൻ നമ്പർ നമ്മളിവിടെ കൊടുക്കുകയാണ് 5 6 7. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇയാൾക്കുള്ള രജിസ്ട്രേഷൻ നമ്പർ 5, 2ൻ്റെ രജിസ്ട്രേഷൻ നമ്പർ 6, 3യുടെ രജിസ്ട്രേഷൻ നമ്പർ 7. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷന് പേര് കൊടുക്കണം ദിസ് ഈസ് ജി. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ജി എന്ന ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? ബിയിൽ നിന്ന് സിയിലേക്കാണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ എയും 5ഉം തമ്മിലൊരു ബന്ധമില്ലേ? കാരണം എയുടെ റോൾ നമ്പർ 1 ആണ്, അതുപോലെ എക്സാമിന് എഴുതുന്ന രജിസ്ട്രേഷൻ നമ്പർ എന്താണ്? 5 ആണ്. അപ്പോൾ ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് 5. എയും 5ഉം തമ്മിൽ നമുക്ക് റിലേഷൻഷിപ്പ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ലൈക്ക് ദിസ്, എ കണക്റ്റഡ് ടു 5, ബി കണക്റ്റഡ് ടു 6 ആൻഡ് എസ് കണക്റ്റഡ് ടു 7. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ കണക്റ്റഡ് ടു എന്താണ്? സി. മനസ്സിലാവുന്നുണ്ടോ സാർ പറയുന്നത്? സോ ദർ ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു സി. ക്ലിയർ? ആൻഡ് ദാറ്റ് ഫംഗ്ഷൻ ഈസ് നോൺ ആസ് GOF. ക്ലിയർ ആണോ? G of f of x, അതായത് G of f of x. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ സാർ പറയുന്നത്? So this is known as a to c and this is known as the composite function. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാൻ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ആദ്യം നമ്മൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളൂ. മനസ്സിലായോ? ദിസ് ഈസ് GOF. മനസ്സിലായോ? G of f of x. ഇനി ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് അത് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. അപ്പോൾ എക്സാമ്പിൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. ആൻഡ് ദ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അപ്പോൾ സാർ അത് വരയ്ക്കുകയാണ് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. നമ്മൾ സെറ്റ് എ വരയ്ക്കുകയാണ്. അതിനകത്ത് ദിസ് ഈസ് സെറ്റ് എ. അതുള്ളത് 1 2 3 4. Clear? Okay. And there is a set to B here, and B is 2 4 6 8. Okay, clear now? For f of x is equal to 2x. This is the function f. There is a function f and f is equal to f of x is equal to 2x. ഈ ബിയിലെ സെറ്റുള്ള ആൾക്കാരാണ് നമ്മൾ f of x എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഓഫ് x. എയിലെ സെറ്റുള്ളവരെ നമ്മൾ എന്ത് വിളിക്കും? x. And this is equal to f of x. Clear ആണോ?
ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ആരെയാണ്? എന്താ, എക്സിന് നിങ്ങൾ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 into 1. സപ്പോസ് ഇഫ് യു പുട്ട് x 1, the answer is 2 into 1 is equal to 2. So 1 is connected to 2. Clear? Here അതിൻ്റെ ഇരട്ടിയാണ് കേട്ടോ. 1 connected to 2 and 2 connected to 4, 3 connected to 6, 4 connected to 8. Clear? Okay. Then നമുക്ക് സിയിലേക്ക് പോകാം. C. This is C. Okay. C. In C there is number 7, 9 and 11, 30. Okay. There is a relation here. We call it as G. Okay. So ഇവിടെ G എഴുതുകയാണ്. G is a function from B to C. Okay. And g of x is equal to x plus 5. Note that here x എന്നാണ് ഉദ്ദേശിക്കുന്നത് f of x. b യിലെ ആൾക്കാരാണ് നമ്മളിവിടെ x എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ കണക്ട് ചെയ്ത പോലെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു 2 നിന്ന് 7ലേക്ക്, അതായത് 2 plus 5 ആണ് 7, 4 plus 5 9, 6 plus 5 11, 8 plus 5 30. Okay. So please note that here A to B പറയുമ്പോൾ A ആണ് ഡൊമൈൻ, B കോഡൊമൈൻ. B to C പറയുമ്പോൾ B ആണ് എന്ത് ഡൊമൈൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ. Then you have to find out the GOF. GOF. ഓക്കെ. ഈ ഗോഫ് ഉണ്ട്, തിരിച്ചും പറയാം FOG വേറെയാണ്, നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ GOF എന്ന് പറയുന്ന എന്താണ് നേരത്തെ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ എക്സിൽ നിന്ന് ഈ സിയിലേക്ക്, അതായത് എയിൽ നിന്ന് സിയിലേക്ക്, ദിസ് ഈസ് നോൺ ആസ് GOF. ഓക്കെ. അപ്പോൾ GOF എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്, ദിസ് ഗോഫ് കാണേണ്ടത് G of ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, then F of x. ക്ലിയർ ആണോ? സോ G of എന്ന് പറഞ്ഞാൽ G of F of x. ഇങ്ങനെ എഴുതിയിട്ട് ഇനി എന്താണ് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്നത് G of F of x ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കുന്നത് ജിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. G of x എന്താണെന്ന് നോക്കണം. ഓക്കെ. സോ ശ്രദ്ധിക്കുക, എന്താണ് കാണുന്നത്? G of F of ആണ്. G of F of x ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾക്കിവിടെ ഗോഫിന് പകരം എന്ത് എഴുതണം? G of F of x എന്ന് എഴുതണം. ഇതിനെയാണ് നമ്മൾ ഗോഫ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ജിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ഇതാണ്, G of F of x, that is equal to x plus 5. So what does it mean? It means if there is x here, ഉത്തരത്തിലും x ഉണ്ടാവണം. കണ്ടോ? This x is here. So instead of this bracket x, instead of this x here, what? ഇവിടെ നിങ്ങൾ എന്താ കാണുന്നത്? F of x ആണ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? F of x എഴുതണം. So this become what? x plus 5 എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ എന്ത് എഴുതണം? F of x plus 5. Clear? Okay. Then what is f of x? F of x is equal to 2x. So this become 2x plus 5. Clear or no? So this is your function, 2x plus 5. And we called it as GOF from, what is the domain? Domain is here not f of x. Domain 1 ആണ്. 1 കൊടുക്കുമ്പോൾ 2 into 1 plus 5 7 കിട്ടും. So 1 ൽ നിന്ന് 7 ലേക്ക് ഉണ്ട് റിലേഷൻഷിപ്പ്. So the domain is started from A and the codomain. Codomain എന്ന് പറഞ്ഞാൽ നിങ്ങളിത് 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 7 ആണ്. 7 സിയിലാണ്. So this is C. So this is the function. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾക്ക് ഗോഫ് എന്താണെന്ന് മനസ്സിലായി. ഇത് സെയിം എക്സാമ്പിൾ നിങ്ങൾ എന്താണ് FOG ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. FOG ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടില്ല, ചെയ്ത് നോക്കുക. FOG അതായത് തിരിച്ച് നമ്മളത് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടാനായിട്ട് പറ്റില്ല. നോക്കാം നമുക്ക് എങ്ങനെയാണ് FOG നോക്കാം. സപ്പോസ്
if you want to do fog, what is fog? Fog means f of g of x. Clear? Okay, yes. Then ഇങ്ങനെ വരുമ്പോൾ സാർ പറഞ്ഞ പോലെ എന്താണ് കണ്ടുപിടിക്കുന്നത്? f of x എന്താണെന്ന് അറിയാം. What is f of x? That is equal to 2x. Clear? Okay. Then ഇവിടെ x ആയതുകൊണ്ട് ഇവിടെയും x. പക്ഷെ ഇവിടെ x എന്താണ്? g of x ആണ്. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? g of x കൊടുക്കണം. So this is equal to 2 into g of x. ഇനി നമ്മൾ g of x എന്താണെന്ന് അറിയാം. g of x is equal to, second function is equal to x plus 5. So put g of x is equal to x plus 5. So this become 2 into g of x is equal to x plus 5. Okay, so this is equal to 2 into x, 2x, plus 2 into 5, 10. So this means f of g of x is equal to 2x plus 10. So put x is equal to 1. നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. Put x is equal to 1, you will get 2 into 1 plus 10 is equal to 12. Is there any number in this 12? This c ൽ 12 ഉണ്ടോ? ഇവിടെ 12 ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇല്ല. So what does it mean? It means this function does not exist. മനസ്സിലായോ? This is not a valid function. So why? Because you can suppose f of g, if you started from a to what? c ൽ ഇടാൻ പറ്റില്ല. c ൽ ഈ പറഞ്ഞ 12 ഉണ്ടോ? ഇല്ല. b ൽ ഉണ്ടോ? ഇല്ല. So you cannot say any set here. There is no set containing 12. So we can say that f of g is not a valid function here. That means here in this case g of f not equal to f of g, and f of g does not exist also. Clear ആണോ? അപ്പോൾ രണ്ടും സെയിം ആണെന്ന് വിചാരിക്കരുത്. രണ്ടും ഇവിടെ ഈക്വലും അല്ല, എന്നാൽ f of g ഇവിടെ ഇല്ലാതാണ്. So only this function exists, g of f. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടും കാണാൻ ചോദിക്കുമ്പോൾ നമ്മൾ രണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിളിൽ പറയുന്നത് ലെറ്റ് എ ഫംഗ്ഷൻ f ഫ്രം r to r, റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ്. ആൻഡ് f of x is equal to sin x. Okay, sin x ആണ്. And another function g from r to r തന്നെയാണ്, r to r, and g of x is equal to x cube. Okay, so these are the functions. You have to find out f of g and g of fog and gof. Have to find out fog and then gof. Okay, അപ്പോൾ ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ദിസ് ഈസ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഈ രണ്ട് കോമ്പോസിറ്റ് ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫോഗ് എന്താണെന്ന് നോക്കാം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദി ഫോഗ് ഫസ്റ്റ്. f of g. What is f of g means? f of g means നമ്മൾ കണ്ടു f of പിന്നെ g ൽ സ്റ്റാർട്ട് ചെയ്യുക, g of x. Okay, function of g of x. This is fog. അപ്പോൾ നമ്മൾ ആദ്യം എന്തുകൊണ്ട് f ലാണ് സ്റ്റാർട്ട് ചെയ്യണം? അപ്പോൾ f of x എന്താണെന്ന് അറിയണം. ഇവിടെ f of x നമുക്കറിയാം, ദാറ്റ് ഈസ് sin x. ഓക്കെ, ഇവിടെ x വന്നപ്പോൾ സൈൻ കഴിഞ്ഞിട്ട് പിന്നെ ആ വന്ന വാല്യൂ എഴുതണം. അതായത് ഈ ബ്രാക്കറ്റ് f കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് എന്താണ് x ആണ്, അപ്പോൾ സൈൻ കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് x ആണ്. അങ്ങനെയാണെങ്കിൽ സോ ദിസ് ഈസ് ഈക്വൽ ടു, ഒന്നുകൂടി എടുത്ത് എഴുതുകയാണ് സാർ, f of x is equal to sin x. Okay, so here this is x and this is x. Similarly here f of g of x ആണ്. So the answer is sin കണ്ടോ, sin x. ഇവിടെ x വന്നപ്പോൾ x എഴുതിയ പോലെ g of x വരുമ്പോൾ sin g of x. കണ്ടോ, ആ ബ്രാക്കറ്റിനകത്തുള്ള ആൾ മുഴുവൻ എഴുതണം. Then നമ്മൾ ഇനി അറിയേണ്ടത് what is g of x.
Okay, what is g of x? G of x is equal to given as x cube. Clear ആണല്ലോ? So g of x ന് മുഴുവനായിട്ട് x cube എന്ന് കൊടുത്താൽ മതി. So this is equal to sin x cube. Clear ആണോ? Okay, sin x cube. So അത് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? FOG ആണ്. അല്ല സോറി, FOG നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് g of f ആണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ നമുക്ക് വേറൊരു ഇങ്ക് കൊണ്ടെടുക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് what is g of f. What do you mean by g of f? G of f means g of f of x. Okay, അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ g of x എന്ന് പറയുന്നത്. g of x എന്ന് പറയുന്നത് എന്താണ്? x ക്യൂബ് ആണ്. ഇവിടെ x വന്നപ്പോൾ ഇവിടെ എന്താണ്? x ക്യൂബ്. ഇവിടെ f of x വരുമ്പോൾ എന്തായിരിക്കും എഴുതേണ്ടത്? f of x ക്യൂബ്. സോ ദിസ് ഈസ് ഈക്വൽ ടു f of x, ശ്രദ്ധിക്കണം, ഹോൾ ക്യൂബ്. ഓക്കെ, ക്ലിയർ? ദെൻ f of x എന്താണെന്ന് അറിയണം. വാട്ട് ഈസ് f of x? sin x. സോ ദിസ് ഈസ് ഈക്വൽ ടു sin x, f of x ന് പകരം sin x whole cube. Okay, that implies sin cube x. Okay, sin x whole cube എന്ന് പറഞ്ഞാൽ sin cube x. this sin cube x ആണ് എന്ത്? g of f എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടെയോ sin x cube ആണ്. is these two are same? No. So that means FOG not equal to g of f. There is function exists, but FOG not equal to g of f, because sin x cube is not equal to sin cube x. What do you mean by sin cube x? Sin cube x means sin x into sin x into sin x. Okay, sin x cube means sin of x cube. x cube ന്റെ sin. ക്ലിയർ ആണോ? രണ്ടാണ്. ഓക്കെ, രണ്ട് വാല്യൂ ആണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ട് സാർ പറയുന്നത്? ക്ലിയർ? ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലായി നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. f of x is equal to 8x cube. Okay, this is one of the function, and the next one is g of x ആണ്, and g of x is equal to x raised to 1/3. Okay, then you have to find out what FOG കാണണം and g of GOF. ഇത് രണ്ടും നിങ്ങൾ കണ്ടുപിടിക്കണം, കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് FOG കണ്ടുപിടിക്കാം. FOG. Okay, so FOG, what do you mean by FOG? FOG means f of g of x. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? f ഓഫ് ഫംഗ്ഷൻ f സ്റ്റാർട്ട് ചെയ്ത ഫംഗ്ഷൻ ഇതാണ്. f of x is equal to 8x cube. ഇവിടെ x വന്നപ്പോൾ ഇവിടെ എന്താണ്? x ക്യൂബ്. കണ്ടോ, ബ്രാക്കറ്റിനകത്ത് x വന്നപ്പോൾ 8 ഇൻറ്റു ആ ബ്രാക്കറ്റിനകത്തുള്ള ആളിൻ്റെ ക്യൂബ്. സിമിലർലി f of g of x വരുമ്പോൾ ഇവിടെ എന്താണ് നമ്മൾ എഴുതേണ്ടത്? 8 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ആരാണ്? g of f x. g of x ഓക്കെ, ഇതിൻ്റെ മൊത്തത്തിൽ എന്താണ്? ക്യൂബ്. ശ്രദ്ധിക്കണേ, ഉണ്ടോ? ഓക്കെ, ക്ലിയർ? ദെൻ ഇനി നോക്കേണ്ടത് g of x എന്താണ്? g of x is equal to x raised to 1/3. so this is equal to 8 into what is g of x? ഇവിടെ കൊടുത്തിട്ടുണ്ട് x raised to 1/3. so x raised to 1/3. then അതിൻ്റെ മുകളിൽ നിങ്ങൾ ഈ 3 ഇടുക. ഓക്കെ, ക്ലിയർ? സോ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാലോ? ഇങ്ങനെ വന്നാൽ ഈ 1/3 3 തമ്മിൽ ഗുണിക്കണം. സോ വാട്ട് ഹാപ്പൻ? ദിസ് 3 get cancel, x raised to 1, that means x. so the answer is 8x. clear? മനസ്സിലായല്ലോ? so this is fog. similarly we can find out GOF. what do you mean by GOF? GOF means g of f of x. clear? okay, so this is GOF.
അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജി ആണ്. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതാണ്. ഇവിടെ എക്സ് വന്നപ്പോൾ നമ്മൾ എന്താണ് എക്സ് ക്യൂബ് എഴുതി കേട്ടോ. അപ്പോൾ ഇവിടെ എക്സിന് വരെ എഫ് ഓഫ് എക്സ് ആണ്. സോ ദ ആൻസർ ഈസ് എന്താണ് ഇങ്ങനെ എഴുതിയിട്ട് എഫ് ഓഫ് എക്സ് എഴുതിയിട്ട് ആൻഡ് റേസ് ടു ക്യൂബ് അല്ല 1/3. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് നമുക്ക് ഇവിടെ അറിയാം എന്താണ് 8x ക്യൂബ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 8x ക്യൂബ് raised to 1/3. Clear? So what is 8x cube? This is equal to 8 means 2 cube ആണ് 8 എന്ന് പറയുന്നത്. So you can write this as 2x whole cube raised to 1/3. Clear ആണല്ലോ സാർ പറയുന്നത്? അതായത് 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ആണ് x ക്യൂബ്. 2 ക്യൂബ് into x ക്യൂബ് എന്ന് പറഞ്ഞാൽ 2x whole cube ആണ്. So again here 3 get cancelled. The final answer is 2x. Clear now? So this is g of f and this is f of g. 4. It's very easy, simple. Okay, ഇത്രയേ ഉള്ളൂ. ഇത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ലിറ്റിൽ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് വളരെ എളുപ്പമായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഇവിടെ സാറ് 3 ഫംഗ്ഷനാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. 3 ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x square plus 2. This is first function. And the second one is g of x ആണ്. g of x is equal to sin x. Sin x. Okay. And the third one is h of x. h of x is equal to modulus x. Okay, and my question is, first you have to find out f of g. f of g കണ്ടുപിടിക്കണം. Then g of gof കണ്ടുപിടിക്കണം. Then h o g കണ്ടുപിടിക്കണം. ഇത്രയാണ് നിങ്ങളോട് ഞാൻ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. വളരെ ഈസിയാണ്. എന്നാൽ കാണുമ്പോൾ നമുക്കൊരു പേടിക്കേണ്ട ആവശ്യമില്ല. എഫ് ഒ ജി നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എഫ് ഒ ജി നമ്മൾ എങ്ങനെയാണ്? എഫ് ഒ ജി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എന്താണ് ജി ഓഫ് എക്സ്. ഓക്കെ, ദിസ് ഈസ് എഫ് ഒ ജി. ദറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ആ ഒരു ഫോർമുല നോക്കണം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വന്നപ്പോൾ ഇവിടെ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് 2. അപ്പോൾ ജി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് എഴുതണം. കണ്ടോ ഇവിടെ എക്സിന്റെ പ്ലേസിൽ ഇവിടെ ആരാണ്? ജി ഓഫ് എക്സ് ആണ്. സോ ദ ആൻസർ ഈസ് ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 2. ദെൻ ജി ഓഫ് എക്സ് എന്താണെന്ന് നോക്കണം. ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. കണ്ടോ വാട്ട് ഇസ് ജി ഓഫ് എക്സ്? ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 2. സോ ദിസ് ഈസ് ദ ആൻസർ. ക്ലിയർ? ഓക്കെ. ദെൻ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത ആൾ എന്ന് പറയുന്നത് എന്താണ്? ഗോഫ് ആണ്. ഗോഫ് GOF. So this implies g of f of x. Okay. Then ആദ്യം നമ്മൾ നോക്കേണ്ടത് g of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. g of x വന്നപ്പോൾ നമ്മൾ എന്താണ് sin x എന്ന് ഉത്തരം എഴുതി. കണ്ടോ? Similarly here you can write sin x ന്റെ പ്ലേസിൽ ഇവിടെ f of x, sin of f of x. Okay, like this. Then what is f of x? f of x is equal to x square plus 2. So you can write this as sin bracket at x square plus 2. Clear ആണോ? ഓക്കെ, ഇവിടെ നമ്മൾ sin x square plus sin 2 അങ്ങനെ എഴുതരുത് കേട്ടോ. കാരണം x square plus 2 എന്നുള്ളൊരു ആംഗിൾ ആണ്. കണ്ടോ? അപ്പോൾ sin x സ്ക്വയറും പ്ലസ് sin 2 അങ്ങനെ ഗുണിക്കാനൊന്നും പറ്റില്ല. ഇത് ഒറ്റ ഒരു സാധനമാണ്. അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞു. ഇനിയാണ് നമ്മളിപ്പോൾ ഇത്ര നേരം ചെയ്തതിന് വ്യത്യസ്തമായിട്ട് മൂന്നാമതൊരു ഫംഗ്ഷൻ നമ്മൾ കണ്ടു, HOG എന്ന് പറയുന്നത്. അതായത് HOG നിങ്ങൾ കാണാൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഇപ്പോൾ ഇതുപോലെ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. HOG എന്ന് പറഞ്ഞാൽ h of g of x. യു ക്യാൻ ഫൈൻഡ് ഔട്ട് h of എന്താണ് g of x. ക്ലിയർ? നമുക്ക് നോക്കാം. അപ്പോൾ how to find out h of g of x. Okay,
ക്ലിയർ ആണല്ലോ? അപ്പോൾ ആദ്യം നമ്മൾ h of x എന്താണെന്ന് അറിയണം. ഉണ്ടോ? h of x. And we know that h of x is equal to, in question it is given as h of x is equal to modulus x. Okay? So x വന്നപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ modulus ഇട്ടിട്ട് അതിൻ്റെ ബ്രാക്കറ്റിനകത്ത് x എഴുതി. Similarly, the answer is modulus what? g of x. Okay? Then what is g of x? G of x is equal to sin x. So the answer is modulus sin x. Okay, and what is modulus sin x? Sin x is equal, modulus sin x is equal to sin x. Clear? If the ചോദിച്ചിട്ടില്ല എന്നാലും ഞാൻ പറയണേ, if f o h ഇതാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് f o h? Okay, let's do it. f o h means function of എന്താണ് h of x. Okay, so ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തരണം f of x എന്താണെന്ന് അറിയണം അല്ലേ? What is f of x എന്ന് അറിയണം. What is f of x? The question, f of x is equal to x square plus 2. Okay, so here x ആവുമ്പോൾ x square plus 2. So h of x ആണ് ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? So this implies h of x, okay, whole square plus 2. Okay, clear? Then നമുക്ക് h of x എന്ന് അറിയണം. h of x, what is h of x? That is equal to modulus x. Clear? Okay, so this become modulus x whole square plus 2. Modulus x എന്ന് പറഞ്ഞാൽ x ആണ്. So x square plus 2, and this is equal to f o h, and f o h is not equal to h o f. രണ്ടും സെയിം അല്ല. ഫോഹും അല്ലെ ഹോഫ അങ്ങനെ പറയാം. അത് രണ്ടും എന്തല്ല സെയിം അല്ല എന്ന് നമ്മളിവിടെ തെളിയിക്കുകയാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി കോമ്പോസിറ്റ് ഫംഗ്ഷൻ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ എന്താണ് അതെങ്ങനെയാണ് ചെയ്യാൻ പഠിക്കും. സോ പ്ലീസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓൺലൈനായിട്ട് ചേരാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലെവൽ 1 വെറും 119 രൂപ മാത്രം മാസം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ വീഡിയോസും ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. അതായത് എത്ര ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ജസ്റ്റ് 119 രൂപ കൊടുത്ത് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. മന്ത്ലി 119 രൂപ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പെൻസ് ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഓരോ വീഡിയോസും നമ്മൾ എല്ലാ സൺഡേസും വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതിൻ്റെ ഇടയിലുള്ള സമയങ്ങളിൽ നമുക്ക് സമയം കിട്ടുന്ന പോലെ അപ്ഡേറ്റ് ചെയ്യും. സോ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസൊക്കെ മെമ്പർഷിപ്പിലുള്ള കുട്ടികൾക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ലൈവിന് ശേഷം ഇത് മെമ്പർഷിപ്പിലേക്ക് മാറും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ ഇത് ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾ ഓൺലൈനിലുണ്ടെങ്കിൽ അത് കാണുക. അല്ല നിങ്ങൾ അപ്പോൾ ആ സമയത്തില്ല പിന്നീട് വന്ന് കാണണമെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാനായി ഈ വീഡിയോൻ്റെ താഴെ ജോയിൻ ഒരു ബട്ടൺ ആണ്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ലെവൽ 1 ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ പേ ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കാർഡ് ഇൻ്റർനാഷണലി ഇനേബിൾ ആക്കിയിട്ടില്ലാത്തതുകൊണ്ടാണ്. സോ നിങ്ങൾ ബാങ്കിൽ വിളിച്ചിട്ട് പറയാം ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഇനേബിൾ ആക്കി തരണം. അപ്പോൾ ഒരാക്കി തരും, അതിന് എക്സ്പെൻസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ശ്രമിച്ചു കഴിഞ്ഞാൽ സാധ്യമായി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യാവുന്നതും ആണ്. താങ്ക് യു.